VS-ന് വിട നൽകാൻ ഒരുങ്ങി ജന്മനാട്. സംസ്കാരം ഇന്ന് വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ വലിയ ചുടുകാട്ടിൽ. ഗുരുഭവനപുരി മാലിന്യപ്പുഴയായി മാറി. ഗുരുവായൂർ കിഴക്കേ നടയിൽ റോഡിലൂടെ ശുചിമുറി മാലിന്യം ഒഴുകുന്നു. ഭക്തരും പ്രദേശവാസികളും ദുരിതത്തിൽ. മനക്കൊടി ഇറിഗേഷൻ കനാലിലെ നീരൊഴുക്ക് വീണ്ടെടുക്കുന്ന പ്രവൃത്തികൾ മന്ദഗതിയിൽ. 1.5 കിലോമീറ്റർ ദൂരത്തിലുള്ള കരുവാലിയും കുളവാടിയും ചണ്ടിയും നീക്കുന്ന പ്രവൃത്തികളാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. കർക്കിടക വാവ് ബലി തർപ്പണം നാളെ. ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളും സ്നാനഘട്ടങ്ങളും ഒരുങ്ങി. സുരക്ഷയൊരുക്കി പോലീസ്. സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. പവന് 75,000 രൂപ കടന്നു. 3 ദിവസത്തിനിടെ പവന് വർദ്ധിച്ചത് 1680 രൂപ. നമസ്കാരം. വാർത്തകൾ വിശദമായി. VS-ന് വിട നൽകാൻ ഒരുങ്ങി രാഷ്ട്രീയ കേരളം. VS-ന്റെ ഭൗതിക ശരീരം ആലപ്പുഴ പറവൂരിലെ വേലിക്കകത്ത് വീട്ടിൽ എത്തിച്ചു. തലസ്ഥാന നഗരിയിലെ പൊതുദർശനത്തിന് ശേഷം ഇന്നലെ ഉച്ചതിരിഞ്ഞ് 2:30 ആരംഭിച്ച വിലാപയാത്ര. 22 മണിക്കൂർ നീണ്ട വിലാപയാത്രയ്ക്കൊടുവിലാണ് VS വീടണഞ്ഞത്. അന്തിമോപചാരം അർപ്പിക്കാൻ ആയിരങ്ങളുടെ നീണ്ട നിരയാണ്. പറവൂർ വേലിക്കകത്ത് വീട്ടിലെത്തിച്ച ശേഷം പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലും തുടർന്ന് റീക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനം ഉണ്ടാകും. വൈകിട്ട് 4 മണിയോടുകൂടി വലിയ ചുടുകാട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടത്തുക. കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് തലച്ചിറ ചേരുന്നു. അഭിജിത്ത്, ഇന്നലെ തലസ്ഥാന നഗരിയിലെ പൊതുദർശനത്തിന് ശേഷം ഇന്നലെ ഉച്ചയോട് കൂടിയിട്ടാണ് അദ്ദേഹത്തെ ആലപ്പുഴയിലെ സ്വന്തം വീട്ടിലേക്ക് എത്തിച്ചത്. ആ ഓരോ മണിക്കൂറും ഓരോ കിലോമീറ്റർ പിന്നിടുമ്പോഴും തന്നെ നിരവധി ജനസാഗരങ്ങളാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. പുന്നപ്ര വേലിക്കകത്ത് വീട്ടിൽ ഇപ്പോൾ ജനസമുദ്രമാണ് അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്തും. ഈ ഒരു സംസ്കാരത്തോട് സമയം അടുക്കുമ്പോഴും പോലും അദ്ദേഹത്തെ കാണാനായിട്ട് നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. തന്റെ പ്രിയ സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വൻ ജനാവലിയുടെ തിരക്കാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങൾ? പ്രിയങ്ക ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കറിയാം, ഇന്നലെ ആരംഭിച്ച വിലാപയാത്രയാണ് അല്പസമയങ്ങൾക്ക് മുൻപാണ് പുന്നപ്രയുടെ മണ്ണിലേക്ക് എത്തുന്നത്. VS-ന്റെ പ്രിയ ജന്മനാട്ടിലേക്ക് എത്തുന്നത്. പറവൂരിലെ വേലിക്കകത്ത് വീട്ടിലേക്ക് 12:20 വേലിക്കകത്ത് വീടിൻ്റെ പടിക്കൽ അദ്ദേഹത്തെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര വാഹനം എത്തിച്ചേരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം 22 മണിക്കൂർ പിന്നിട്ടിട്ടുള്ള ഒരു വിലാപയാത്ര. ഈ സമീപകാലത്ത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ശേഷം കേരളം നൽകുന്ന വിരോചിതമായ ഒരു യാത്രയയപ്പാണ്. അതിനാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചത്. എന്തായാലും 22 മണിക്കൂറുകൾ പിന്നിട്ട വിലാപയാത്ര ഒടുവിൽ വേലിക്കകത്ത് വീട്ടുപടിക്കൽ എത്തിച്ചേരുമ്പോൾ പിറന്ന മണ്ണ് അത്രയ്ക്കും വികാരനിർഭരമായിട്ടാണ് VS-നെ ഏറ്റുവാങ്ങിയത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ വീട്ടിനകത്തേക്ക് എടുക്കുന്ന ആ ഒരു നിമിഷമെല്ലാം തന്നെ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് അത്രമേൽ വികാര നിർഭരമായ ഒരു നിമിഷമായിരുന്നു. കാരണം പലരുടെയും കണ്ണുകളിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ഇറ്റുവീഴുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ മണ്ണ് നനയുന്നുണ്ടായിരുന്നു. കാരണം പ്രിയ സഖാവ് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു ഓരോ ജനതയ്ക്കും. കാരണം നമുക്കറിയാം, ഓരോ ചെറിയ വിഷയങ്ങളാണെങ്കിലും വലിയ വിഷയങ്ങളാണെങ്കിലും പ്രിയ സഖാവിന് മുന്നിലെത്തുന്ന എല്ലാ വിഷയങ്ങളിലും പരിഹാരം കണ്ടും ജനങ്ങൾക്കൊപ്പം നിന്നും താഴെത്തട്ടിൽ നിന്നവർക്ക് പോലും ആശ്രയമായിരുന്ന VS-ന്റെ വിയോഗം അത്രമേൽ താങ്ങാവുന്നതിനപ്പുറത്തേക്കാണ് അവരെ എത്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അവസാനമായി ഒരു നോക്ക് കാണുവാൻ ദൂരദിക്കിൽ നിന്ന് പോലും VS-നെ കാണുവാൻ അവിടേക്ക് ജന്മനാട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് അണികളും പ്രവർത്തകരും ഇഷ്ടപ്പെട്ട ജനവുമെല്ലാം ഒഴുകിയെത്തുന്നത്. 10,000-കണക്കിന് ആളുകളാണ് ഈ വീട്ടു പരിസരത്ത് തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ തമ്പടിച്ചത്. കാരണം ക്യൂ നിൽക്കേണ്ടി വരുന്നു. ഇപ്പോഴും അത് വലിയ രീതിയിലുള്ള ക്യൂ ആണ്. ആയിരങ്ങളാണ് ആ ക്യൂവിൽ അണിനിരന്നിട്ടുള്ളത്. ഇടയ്ക്ക് ചെറിയ തോരാ മഴ പെയ്തിരുന്നു. ഈ ഒരു മഴയിലും നനഞ്ഞ് തങ്ങളുടെ പ്രിയ സഖാവിന് കണ്ണീരണിഞ്ഞ യാത്രയയപ്പാണ് ഇപ്പോൾ ജന്മനാട് നൽകുന്നത്. പ്രിയപ്പെട്ടവർക്കൊപ്പം ബന്ധുക്കൾക്കൊപ്പം
ഒരു നാട് തേങ്ങലോടെയാണ് അദ്ദേഹത്തെ വിട നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം സമയക്രമങ്ങളെല്ലാം താളം തെറ്റി. ഇപ്പോൾ പാർട്ടി നേതൃത്വം പോലും പറയുന്നത്, അതായത് എപ്പോൾ സംസ്കാരം നടത്തും എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അവരും വിഷമിക്കുകയാണ്. കാരണം 4 മണിക്ക്, ആദ്യം 3 മണി പറഞ്ഞു, പിന്നീട് അത് 4 മണിയിലേക്ക് എത്തി. എന്നാൽ ഇപ്പോൾ ഏത് സമയത്ത് സംസ്കാരം നടത്താൻ കഴിയും എന്ന് കൃത്യമായി പറയാൻ പാർട്ടി നേതൃത്വത്തിനോ കുടുംബത്തിനോ പറ്റാത്തൊരവസ്ഥ. കാരണം അത്രമേൽ ജനമാണ് വേലിക്കകത്ത് വീട്ടിലേക്ക് ഇപ്പോൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തെക്കൻ കേരളമാണ് അദ്ദേഹത്തിന് യാത്ര നൽകിയതെങ്കിൽ ഇപ്പോൾ അത് മധ്യ കേരളവും വടക്കൻ കേരളവും, എന്തിന് വിദേശത്ത് നിന്ന് പോലും പ്രിയ സഖാവിനെ ഒരു നോക്ക് കാണുവാൻ എത്തിയവരുണ്ട്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരെ പുറത്തു വരുന്നു. അപ്പോൾ ഒരു ജനത എപ്രകാരമാണ് പ്രിയ നേതാവിനെ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു സമരനായകനെ, വിപ്ലവ പോരാളിയെ എങ്ങനെയാണ് യാത്ര അയക്കുന്നതെന്നുള്ള ഒരു സാക്ഷ്യം വഹിക്കലാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എത്രത്തോളം ഈ ഒരു വിടവ് നികത്താൻ കഴിയുമെന്നത് കാലം കണ്ടു തന്നെ അറിയേണ്ടി വരും. പ്രിയ സഖാക്കളും അണികളും പ്രിയരുമെല്ലാം തന്നെ വിളിക്കുന്ന മുദ്രാവാക്യത്തിൽ തന്നെയുണ്ട്, പ്രിയ സഖാവ് മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നുള്ള ആ ഒരു മുദ്രാവാക്യം തന്നെയാണ് ഈ വിലാപയാത്ര കടന്നു വന്ന ഓരോ വഴിത്താരകളിലും കേരളം കണ്ടത്. കാരണം അതിന് രാഷ്ട്രീയമുണ്ടായിരുന്നില്ല, വർണ്ണമുണ്ടായിരുന്നില്ല, വർണ്ണ വിവേചനങ്ങളോ മറ്റ് മത വേർതിരിവുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാത്തരം ജനതയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവ്, അത് രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്കും വളർന്ന നേതാവ്. ഒരു വിഷയങ്ങളിൽ മാത്രമല്ല, അത് സ്ത്രീകൾക്കെതിരെ അക്രമമായിക്കോട്ടെ, പീഡനമായിക്കോട്ടെ, ഭൂമി കയ്യേറ്റമായിക്കോട്ടെ, എന്ത് തരത്തിലുള്ള വിഷയങ്ങളിലും സഖാവ് നേരിട്ടെത്തി അവിടെ പ്രശ്നപരിഹാരത്തിന് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതിൽ പലപ്പോഴും പാർട്ടി നൽകിയ അതിർവരമ്പുകൾ പോലും ലംഘിക്കുന്നു. ഒരു പാർട്ടിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ച് നേരിടുന്നതിനും അപ്പുറത്തേക്ക് പാർട്ടി അച്ചടക്ക നടപടികൾ നേരിട്ടൊരു നേതാവ് ആണ് VS എന്ന് പറയുമ്പോൾ തന്നെ ഒരിക്കൽ പോലും ആ പാർട്ടിയെ തള്ളിപ്പറയാനോ ആ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാനോ ഈ കാലത്ത് പല നേതാക്കളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു ചെറിയൊരു അച്ചടക്ക നടപടി നേരിട്ടാൽ പോലും പാർട്ടി രൂപീകരിക്കുന്നു, പാർട്ടിയുടെ പുറത്തേക്ക് പോകുന്നു, മറ്റ് പാർട്ടികളിൽ പോകുന്നു. അത്തരത്തിൽ വലിയ രീതിയിൽ രാഷ്ട്രീയം പ്രക്ഷുബ്ധമാക്കുമ്പോൾ പോലും, പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമ്പോൾ പോലും VS എന്ന് പറയുന്ന മഹാ നേതാവിൻ്റെ മഹത്വം അതാണ്. കാരണം ഒരു പാർട്ടിയെ സംബന്ധിച്ച് സസ്പെൻഷൻ പോലും നേരിട്ട്, ഒരു പാർട്ടിയുടെ എല്ലാവിധ അച്ചടക്ക നടപടികളും നേരിട്ടൊരു നേതാവാണ്. അത് ആ അച്ചടക്ക നടപടികൾ നമ്മൾ ഓർക്കണം, അത് പാർട്ടിയെ തള്ളിപ്പറഞ്ഞതിനല്ല, പാർട്ടി പ്രവർത്തകൻ്റെ അപ്പുറത്തേക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി വാദിച്ചതിനും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിനുമായിരുന്നു ആ അച്ചടക്ക നടപടികൾ എന്നതെല്ലാം തന്നെ അദ്ദേഹത്തിന് അംഗീകാരമായി മാറുകയാണ്. ഒരു ജനത മുഴുവൻ തങ്ങളുടെ നേതാവ് മുഖ്യമന്ത്രിയാകണമെന്ന് പറയുന്നത് രാഷ്ട്രീയ കേരളത്തിൽ ഒരിക്കൽ പോലും നമ്മൾ കണ്ടിട്ടില്ല. അതിനെല്ലാം അർഹനായിട്ടുള്ളത് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അതിന് രണ്ട് അക്ഷരങ്ങൾ മാത്രമാണ് കേരള ചരിത്രത്തിൽ ഇന്നോളം ഇടം പിടിച്ചിട്ടുള്ളത്. അത് മറ്റൊന്നുമല്ല, VS എന്നൊരു 2 വാക്കുകൾ മാത്രമാണ്, 2 അക്ഷരങ്ങൾ മാത്രമാണ്. ആ ഒരു ചരിത്രം തിരുത്തി കുറിക്കാൻ ഇനി ഒരു പുതിയ നേതാവ് ജന്മം നൽകുമോ എന്ന് പോലും ഇപ്പോൾ വിശ്വസിക്കാനാവില്ല. അത്രത്തോളം വിപ്ലവകരമായ ഒരു ചരിത്രമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ ചരിത്രം ഉറങ്ങുന്ന പാഠമായി മാറുകയാണ് ഇനി VS എന്ന 2 അക്ഷരങ്ങൾ. എന്തായാലും രാഷ്ട്രീയ കേരളം ഇപ്പോൾ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള വിടവാങ്ങലാണ് നൽകുന്നത്. സ്ത്രീകളുണ്ട്, കൈക്കുഞ്ഞുങ്ങളുമായി എത്തിയ സ്ത്രീകളടക്കമുള്ളവർ ഈ വഴിത്താരകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഇനി ഒരിക്കലും തങ്ങളുടെ VSനെ കാണാൻ കഴിയുന്നില്ല. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, പുതുതലമുറയിൽപ്പെട്ടവർ പോലും, അതായത് ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് പോലും VS എന്ന 2 അക്ഷരം അറിയാം. അവരുടെ രക്ഷിതാക്കൾ പകർന്നതാകാം, വാർത്തകളിലൂടെ അറിഞ്ഞതാവാം. ഇപ്പോൾ ജനിക്കുന്ന കുട്ടികൾ പോലും VS എന്ന 2 അക്ഷരത്തിലേക്ക് എത്തുമ്പോൾ അത്രമേൽ സ്വീകാര്യത നേടിയ ഒരു നേതാവായിരുന്നു VS എന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇനി ഒരു നേതാവ് ഇത്തരത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകില്ല എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. അപ്പോൾ തന്നെ പല കോണുകളിൽ നിന്നും പറയുന്നൊരു കാര്യം, അതായത് അതായത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായ VSലൂടെ അവസാനിക്കുന്നു എന്ന്. അപ്പോൾ പോലും പാർട്ടി നേതൃത്വം അടക്കം ആ ഒരു പലരുടെയും പരാമർശങ്ങളെ ഗണ്ണിക്കുന്നുണ്ട്. കാരണം ഒരു VS പോയാൽ 1000 VSകൾ ആ ചോരയിൽ ഉണ്ടാകും എന്നാണ് പാർട്ടി പ്രവർത്തകർ, അണികൾ അടക്കം മുദ്രാവാക്യങ്ങളിലൂടെയും മറ്റും അതിന് മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ
എന്നിരുന്നാൽ പോലും ഇത്തരത്തിലൊരു VS ഇനി നമുക്കുണ്ടാകില്ല. കാരണം അത് ഉറപ്പിച്ച് പറയാൻ കഴിയും, അത്രമേൽ വിപ്ലവകരമായ ഒരു ജീവിതമായിരുന്നു VSൻ്റേത്. ഒരു നൂറ്റാണ്ട് പിന്നിട്ട ഒരു ജീവിതത്തിൽ 8 പതിറ്റാണ്ട് കാലം ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി നാടിൻ്റെ നന്മയ്ക്കായി നാട്ടുകാർക്കായി പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ചരിത്രം, ഒരു രാഷ്ട്രീയ പാഠം എത്രത്തോളമാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് വ്യക്തമാണ്. എന്തായാലും യാത്രയെ ഇപ്പോഴും തുടരുകയാണ്. ഏറെ വിങ്ങലോടെയാണ് ജന്മനാട് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നത്. അവിടെയും പാർട്ടി നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ ഭവനത്തിലടക്കം എത്തിയിട്ടുണ്ട്. 4 മണിക്കാണ് പറഞ്ഞിരുന്നതെങ്കിൽ പോലും സമയകൃത്യത ഒരിക്കലും പാലിക്കാൻ കഴിയില്ല എന്ന് പാർട്ടി നേതൃത്വം തന്നെ പറയുന്നു. അപ്പോൾ ഏത് സമയത്ത് ഈ നിൽക്കുന്ന ജനങ്ങളെ മൊത്തം അദ്ദേഹത്തിന് ഒരു നോക്ക് കാണാൻ അവസരമൊരുക്കുമെന്ന് പാർട്ടി നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി വേഗതയിൽ ഓരോരുത്തരെയും തങ്ങളുടെ പ്രിയ നേതാവിനെ കണ്ടുമടങ്ങുവാനുള്ള അവസരം, അതിനുള്ള സൗകര്യമാണ് ഇപ്പോൾ അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ആ കണ്ടുമടങ്ങൽ എത്രത്തോളം വൈകുന്നുവോ അത്രത്തോളം സംസ്കാര ചടങ്ങുകളും വൈകും. എന്തായാലും പുന്നപ്ര വയലാർ സമര സേനാനികൾ അന്തിവിശ്രമം കൊള്ളുന്ന സ്മാരകങ്ങൾ നിലനിൽക്കുന്ന വലിയ ചുടുകാടാണ് അദ്ദേഹത്തിനും വിശ്രമം ഒരുക്കിയിട്ടുള്ളത്. അവിടെയും സജ്ജീകരണങ്ങളെല്ലാം നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. ഇന്നലെ മുതൽ തന്നെ എല്ലാ ക്രമീകരണങ്ങളും അവിടെ ഒരുക്കിയിരുന്നു. പ്രത്യേക നേതാക്കൾക്കും അതുപോലെ തന്നെ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ പ്രമുഖരെ അടക്കമുള്ളവർക്ക് ഇരിപ്പിടങ്ങളടക്കം അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ച് ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെ പ്രിയ സഖാവിന് ജന്മനാട് വിട നൽകും. എന്തായാലും ഇപ്പോഴും നീണ്ട നിരയാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണുന്നത്. അധികം വൈകാതെ തന്നെ പരമാവധി വേഗത്തിൽ വന്നു നിൽക്കുന്ന, ക്യൂവിൽ നിൽക്കുന്ന, പ്രതികൂല കാലാവസ്ഥയെ പോലും മറികടന്ന് തങ്ങളുടെ പ്രിയ നേതാവിനെ കാണാനെത്തിയവർക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരമൊരുക്കി തന്നെ പ്രിയ നേതാവിന് നാട് വിട നൽകും. അതിനായുള്ള ഒരുക്കങ്ങളുമായിട്ടാണ് പാർട്ടി നേതൃത്വവും മറ്റും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയങ്ക. ശരി അഭിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ VS എന്ന 2 വാക്കിൽ ഒതുങ്ങുന്നതായിരുന്നില്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനവും ജീവിതവും എല്ലാം തന്നെ. കേരളത്തിന്റെ ആദരം ഏറ്റുവാങ്ങി ആ ഒരു വ്യക്തി മടങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ അന്ത്യയാത്ര പോലും ഇപ്പോൾ ഒരു ചരിത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ജനതയുടെ മനസ്സിൽ നിന്നും ഒരിക്കലും തന്നെ VS മാഞ്ഞു പോവുകയുമില്ല, മറഞ്ഞു പോവുകയുമില്ല. പേരിനെ ശരി അടയാളമാക്കിയ നേതാവിന് അന്ത്യപ്രണാമം അർപ്പിക്കാനായി നിരവധി പേരാണ് ഇപ്പോൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടിയായിരിക്കും ചുടുകാട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ അദ്ദേഹത്തിന്റെ സംസ്കാരം ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴുള്ള ജനങ്ങളുടെ തിരക്ക് കാരണം തന്നെ ആ സമയക്രമത്തിൽ മാറ്റം വരാനും സാധ്യതയുണ്ട്. തുടങ്ങിയ വിവരങ്ങളാണ് അഭിജിത്ത് നൽകിയത്. VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുശോചന മൗനജാഥ നടത്തി. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം PN സുരേന്ദ്രൻ, ഏരിയ സെക്രട്ടറി KD ബാഹുലയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ NK പ്രമോദ്, കുമാർ T, R രജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുപവനപുരി മാലിന്യപ്പുഴയായി മാറി. ഗുരുവായൂർ കിഴക്കേ നടയിൽ റോഡിലൂടെ ശുചിമുറി മാലിന്യം ഒഴുകുന്നു. അരുണോദയം ടൂറിസ്റ്റ് ഹോമിന് മുന്നിൽ നിന്നുള്ള മാലിന്യം കിഴക്കേ നടപ്പുര വരെ എത്തി. ചെരുപ്പിടാതെ ക്ഷേത്രത്തിലേക്ക് പോകുന്നവർക്ക് ഇത് ചവിട്ടാതെ പോകാനാകാത്ത സ്ഥിതിയായി. ഇതുമൂലം GUP സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും ദുരിതത്തിലായി. ദുർഗന്ധം മൂലം സമീപത്തെ ടാക്സി സ്റ്റാൻഡിൽ ഉള്ളവരും വ്യാപാരികളും ബുദ്ധിമുട്ടിലായി. അഴുക്കുചാൽ പദ്ധതിയിലേക്ക് ബന്ധിപ്പിക്കുന്ന അരുണോദയം ടൂറിസ്റ്റ് ഹോമിന് മുന്നിലെ സൈഡ് ചേംബറിൽ നിന്നാണ് മാലിന്യം പുറത്തേക്കൊഴുകിയത്. വാട്ടർ അതോറിറ്റിയുടെ അഴുക്കുചാൽ ലൈനിൽ ബ്ലോക്ക് ആയതിനെ തുടർന്ന് ഓവർഫ്ലോ ആയതാണെന്ന് സ്ഥാപനോടമ പറഞ്ഞു. നഗരസഭ ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തി സ്ഥാപനത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. വാട്ടർ അതോറിറ്റിയോടും വിശദീകരണം ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, ഗുരുവായൂർ. അരിമ്പൂർ, ഷാഴൂർ പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന മനക്കൊടി ഇറിഗേഷൻ കനാലിൽ നിന്നുള്ള കരുവാലിയും കുളവാഴയും ചണ്ടിയും നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ. ജില്ലാ കളക്ടറുടെ പ്രത്യേക ഉത്തരവ് പ്രകാരം 2 ദിവസം മുൻപാണ് ചണ്ടി നീക്കൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്.
ഡ്രെഡ്ജർ ഉപയോഗിച്ചാണ് ചണ്ടിയും കുളവാഴയും കരുവാരിയും നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ശാസ്താംകടവ് മുതൽ പുള്ളുപാലം വരെയുള്ള 1.5 കിലോമീറ്റർ ദൂരത്തിൽ തടസ്സങ്ങളെല്ലാം നീക്കി ഒഴുക്ക് പുനഃസ്ഥാപിക്കുകയാണ് ലക്ഷ്യം. ഇതിനായി ചാഴൂർ പഞ്ചായത്ത് 1,40,000 രൂപയും അരിമ്പൂർ പഞ്ചായത്ത് 1 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഈ തുക ഉപയോഗിച്ചുള്ള പ്രവൃത്തികളാണ് തുടരുന്നത്. 2 ദിവസം കൊണ്ട് 300 മീറ്റർ ദൂരത്തിലുള്ള തടസ്സങ്ങൾ മാത്രമാണ് നീക്കം ചെയ്തിട്ടുള്ളൂവെന്നും മന്ദഗതിയിൽ തുടരുന്ന പ്രവൃത്തികൾ ഒരു യന്ത്രം കൂടി ഉപയോഗിച്ച് വേഗത്തിലാക്കണമെന്നും അരിമ്പൂർ പഞ്ചായത്ത് സംയുക്ത കോൾപ്പാടശേഖര സമിതി ചെയർമാൻ കെ രാഗേഷ് പറഞ്ഞു. കളക്ടറുടെ നേതൃത്വത്തിൽ ഇടപെട്ടുകൊണ്ട് അതിനൊരു പരിഹാരം കണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രവാഴിയും ചണ്ടി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചാഴൂർ പഞ്ചായത്ത് 1,40,000 രൂപയും അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ ചാഴൂർ പഞ്ചായത്ത് 1,40,000 രൂപ വെച്ചിട്ടുള്ള പ്രവൃത്തി ആരംഭിക്കുന്നു. അരിമ്പൂർ പഞ്ചായത്ത് 1 ലക്ഷം രൂപയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ ഇതുവരെ തീരുമാനമായിട്ടുള്ളത്. അതിൻ്റെ പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുള്ളുപാലം മുതൽ ഏനാമാക്കൽ ഫേസ് കനാലിന് സമീപത്തെ കോട്ടച്ചാൽ വരെ കനാലിലെ കരുവാലിച്ചണ്ടി ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ കൂടി അടിയന്തരമായി നീക്കം ചെയ്യാൻ നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചാഴൂർ അരിമ്പൂർ പഞ്ചായത്തുകൾ പണം മുടക്കി നടത്തുന്ന ചണ്ടിവാരൽ പ്രവർത്തനങ്ങൾ കേന്ദ്രമന്ത്രിമാരുടെ ഇടപെടലിന്റെ ഭാഗമാണെന്ന് വരുത്തി തീർക്കാൻ ചിലർ നടത്തുന്ന ശ്രമം എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലും നാണിപ്പിക്കുന്നതാണെന്ന് കൃഷ്ണൻകോട്ട പാടശേഖര സമിതി പ്രസിഡന്റ് TV വിദ്യാധരൻ പറഞ്ഞു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ ഇവിടുത്തെ ചാഴൂർ പഞ്ചായത്തും അരിമ്പൂർ പഞ്ചായത്തും ഫണ്ട് അനുവദിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ചണ്ടി നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും സംഘടനകൾ ബുദ്ധിമുട്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം മാത്രം കാക്ഷിച്ചുകൊണ്ട് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ പ്രചരണം കൊടുക്കുന്നത് അത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല. അത് ഇനിയും തുടർന്നു പോകുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് തുല്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. TCV തൃശൂർ. കർക്കിടക വാവ് ബലി നാളെ. ദർപ്പണത്തിനായി ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളും സ്നാനഘട്ടങ്ങളും ഒരുങ്ങി. വ്യാഴാഴ്ച പുലർച്ചെ 2:30 ചാവക്കാട് പഞ്ചവടി വാക്കടപ്പുറത്തെ യജ്ഞശാലയിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. 1000 പേർക്ക് വരെ ഒരേ സമയം ഇവിടെ ബലിയിടാൻ കഴിയും. രാവിലെ 10 വരെ ബലിയിടൽ ചടങ്ങുകൾക്ക് സൗകര്യമുണ്ടായിരിക്കും. തൃപ്രയാർ ക്ഷേത്രക്കടവിൽ പുലർച്ചെ 4:30 മുതൽ 10 വരെ ബലിതർപ്പണ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കൂർക്കഞ്ചേരി ശ്രീ മാഹേശ്വര ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ 3:30 ആരംഭിക്കും. ഒരേ സമയം 800 പേർക്ക് ബലിതർപ്പണത്തിന് സൗകര്യം ഉണ്ടാകും. പ്രഭാത ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. 11 മണിയോടെ ബലിതർപ്പണ ചടങ്ങുകൾ അവസാനിക്കും. ആറാട്ടുപുഴ മന്ദാരക്കടവിൽ പുലർച്ചെ 12:30 മുതൽ രാവിലെ 10 വരെ ബലിതർപ്പണം നടക്കും. ഒരേ സമയം 500 പേർക്ക് ബലിയിടാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പുഴയ്ക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ബലിതർപ്പണ ചടങ്ങുകൾ പുലർച്ചെ 2 മണിയോടെ ആരംഭിക്കും. വന്നെത്തുന്നവർക്ക് പ്രഭാത ഭക്ഷണവും വിപുലമായ വാഹന പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പാറമേക്കാവ് ശാന്തിഘട്ടിൽ പുലർച്ചെ 4-നാണ് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഒരേ സമയം 300ഓളം പേർക്കുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. മധ്യ കേരളത്തിലെ ബലിതർപ്പണത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ ഭാരതപ്പുഴയുടെ തീരത്തെ തിരുവില്ലാമല പാമ്പാടി ഐവർ മഠത്തിൽ പുലർച്ചെ 4-ന് തർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. TCV തൃശൂർ. കർക്കിടക വാവുബലി തർപ്പണ ചടങ്ങുകൾക്ക് വിപുലമായ സുരക്ഷയൊരുക്കി തൃശൂർ റൂറൽ പോലീസ്. ക്രമസമാധാന പാലനത്തിനായി 500 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പ്രത്യേകമായി നിയോഗിച്ചിട്ടുള്ളത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, ചാലക്കുടി ഡിവൈഎസ്പിമാരുടെ മേൽനോട്ടത്തിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ബലിതർപ്പണം നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും മതിയായ വെളിച്ചം, മുന്നറിയിപ്പ് ബോർഡുകൾ, മൈക്കിലൂടെയുള്ള സുരക്ഷാ അറിയിപ്പുകൾ, നിരീക്ഷണ സംവിധാനങ്ങൾ, സ്കൂബ സംഘം, രക്ഷാപ്രവർത്തന സംഘം, ആംബുലൻസ് എന്നിവ ഉറപ്പുവരുത്തും. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി കൂടുതൽ വനിതാ പോലീസുകാരെയും പിങ്ക് പോലീസ് പട്രോളിംഗ് സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. സ്വർണ്ണാഭരണ പ്രേമികളെ ആശങ്കയിലാക്കി വൻ കുതിപ്പിൽ സ്വർണ്ണവില ചരിത്രത്തിൽ ആദ്യമായി 75,000 രൂപ കടന്നു. പവന് 760 രൂപ വർദ്ധിച്ച് 75,040 രൂപയായി. ഗ്രാമിന് 95 രൂപ വർദ്ധിച്ച് 9,380 രൂപയാണ്. ജൂൺ 15-ന് രേഖപ്പെടുത്തിയ 74,560 രൂപയെന്ന റെക്കോർഡാണ് ഭേദിച്ചത്. 3 ദിവസത്തിനിടെ 1,680 രൂപയാണ് പവന് വർദ്ധിച്ചത്. ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങിയ പ്രതിയെ പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. 2019-ൽ തിരുവില്ലാമലയിൽ പാമ്പാടിയിൽ നിന്ന് 20 ലിറ്റർ വാറ്റുചാരായവുമായി പിടിയിലായ സൈദാലവിയാണ് പഴയന്നൂർ പോലീസ് ഈ റോഡിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. CI മുഹമ്മദ് ബഷീറും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.
കൊടുങ്ങല്ലൂർ എറിയാട് പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വീട്ടമ്മ മരിച്ചു. എറിയാട് ബ്ലോക്കിന് സമീപം നെട്ടൂക്കാരൻ വീട്ടിൽ റഷീദിന്റെ ഭാര്യ 54 വയസ്സുള്ള ലൈലയാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു അപകടം. വീട്ടിൽ പാചകം ചെയ്യുന്നതിനിടയിൽ ഗ്യാസ് സ്റ്റൌവിൽ നിന്നും തീ പടർന്ന് പൊള്ളലേൽക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ലൈല കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. കളി കഴിഞ്ഞ് വീട്ടിലെത്തിയ 14-കാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. ചാലിശ്ശേരി പടിഞ്ഞാറെ പട്ടിശ്ശേരി മുല്ലശ്ശേരി മാടേങ്ങാട്ട് മണികണ്ഠന്റെ മകൻ 14 വയസ്സുള്ള അതുൽ കൃഷ്ണയാണ് മരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം കളി കഴിഞ്ഞ് തിരികെ വീട്ടിൽ മടങ്ങിയെത്തിയ അതുൽ കൈകാലുകൾ കഴുകുന്നതിനിടെ തളർന്നു വീഴുകയായിരുന്നു. ഉടൻ തന്നെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കോക്കൂർ ടെക്നിക്കൽ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. റോഡിലെ കുഴികളിൽ അധികാരികൾ കണ്ണു തുറക്കാത്ത സാഹചര്യത്തിൽ സാമൂഹിക പ്രവർത്തകനായ സൈഫുദ്ദീൻ കുഴികൾ അടച്ച് സഞ്ചാരയോഗ്യമാക്കി. ഓട്ടുപാറ ജംഗ്ഷന് സമീപം മേലേമ്പാട് റോഡിലേക്ക് പ്രവേശിക്കുന്ന സ്ലാബിനോട് ചേർന്ന ഭാഗത്താണ് കാലങ്ങളായി വലിയ ഗർത്തങ്ങളുള്ളത്. ഇക്കാര്യം കരാറുകാർ ഉൾപ്പെടെയുള്ളവരോടും ബന്ധപ്പെട്ട വകുപ്പിനോടും ഉദ്യോഗസ്ഥരോടും ജനപ്രതിനിധികളോടും പറഞ്ഞുവെങ്കിലും കാര്യമുണ്ടായില്ല. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഈ ഗർത്തത്തിൽ ചാടിമറിഞ്ഞു വീണ് പരിക്കേൽക്കുന്നത് നിത്യസംഭവമായിരുന്നു. തിരക്കൊഴിഞ്ഞ നേരത്ത് ഗർത്തങ്ങളുടെ ഭാഗം സിമന്റും മണലും ഉപയോഗിച്ച് തൊഴിലാളികളെ വെച്ചാണ് കുഴികൾ അടച്ച് ഗതാഗത സഞ്ചാരയോഗ്യമാക്കിയത്. TCV ന്യൂസ്, വടക്കാഞ്ചേരി. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ മത്സ്യബന്ധന തൊഴിലാളിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. എടവിലങ്ങ് കാരക്കറുപ്പം വീട്ടിൽ അബ്ദുൾ ഖാദറിന്റെ മകൻ 39 വയസ്സുള്ള റഹീമാണ് മരിച്ചത്. ഇന്ന് രാവിലെ വീട്ടിലെ കിടപ്പുമുറിയിലാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കെട്ടിടം അപകടാവസ്ഥയിലായതോടെ കുണ്ടൂരിൽ പ്രവർത്തിക്കുന്ന തിരുമുക്കുളം ഗ്രാമീണ വായനശാലയുടെ പ്രവർത്തനം നിലച്ചു. ചോർന്നൊലിച്ച് ജീർണാവസ്ഥയിലായി ഇരുനില കെട്ടിടം അടച്ചിട്ടിട്ട് 1 വർഷം പിന്നിടുന്നു. 1951 തുടങ്ങിയ വായനശാലയിലെ 12,000-ഓളം വരുന്ന പുസ്തകങ്ങൾ സമീപത്തെ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ കെട്ടിടത്തിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. ജീർണാവസ്ഥയിലായ ഇരുനില കെട്ടിടത്തിന്റെ ഇരുവശവും റോഡുള്ളതിനാൽ അപകട ഭീഷണിയിലാണ്. വായനശാലയുടെ അലമാരകൾ ഉൾപ്പെടെയുള്ള ഫർണിച്ചറുകൾ മഴ നനഞ്ഞ തകർച്ചയിലും. 1.5 സെന്റ് സ്ഥലം മാത്രമാണ് വായനശാലയ്ക്കുള്ളത്. ഇവിടെയുള്ള കെട്ടിടം പൊളിച്ച് പുതിയത് നിർമ്മിക്കണമെങ്കിൽ ചട്ടപ്രകാരം ഏറെ പ്രതിസന്ധിയുമാണ്. ഇതിനാൽ കെട്ടിട നിർമ്മാണത്തിലെ ചട്ടത്തിൽ ഇളവ് അനുവദിക്കണമെന്നാണ് ഭാരവാഹികളുടെ ആവശ്യം. അതേസമയം കെട്ടിടം അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് 2 വർഷങ്ങളിലായി ജില്ലാ പഞ്ചായത്ത് 7 ലക്ഷം രൂപ അനുവദിച്ചിരുന്നുവെങ്കിലും കരാറെടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല. ഇതോടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം ലഭിച്ച 4 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് വകമാറ്റി. അതേസമയം ആദ്യം അനുവദിച്ച 3 ലക്ഷം രൂപ നിലവിലുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് അറിയിച്ചു. പഴക്കമുള്ള ഈ കെട്ടിടം അറ്റകുറ്റപ്പണികൾ നടത്താൻ ഫണ്ട് നൽകിയാൽ ജനകീയ സമിതി ഏറ്റെടുക്കുമെന്നാണ് സൂചന. TCV മാള. കർക്കിടക സുകൃതം. കർക്കിടക മാസത്തിന്റെ ആധ്യാത്മിക പുണ്യം പകർന്നു നൽകുന്നതാണ് രാമായണ പാരായണം. രാമ 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 രാമ. ദുരിതങ്ങൾ നിറഞ്ഞ പഞ്ഞമാസമായ കർക്കിടകത്തെ വിശ്വാസത്തിലൂന്നിയ ധാർമ്മിക മൂല്യങ്ങളിലൂടെ മറികടക്കുക എന്നതാണ് ഹൈന്ദവർ രാമായണ പാരായണത്തിലൂടെ വിശ്വസിച്ചു പോരുന്നത്. അതുകൊണ്ട് തന്നെ കർക്കിടകമായാൽ ചിട്ട തെറ്റാതെ രാമായണ പാരായണം വ്രതശുദ്ധിയോടെ ശീലിച്ചു വരികയാണ് ക്ഷേത്രങ്ങളിലും ഹൈന്ദവ ഭവനങ്ങളിലും. കൈലാസാചലേ സൂര്യകോടി ശോഭിതേ വിമലാലയേ രത്നഭീഡേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഫാലലോചനം മുനിസിദ്ധ ദേവാദിസേവ്യം നീലലോഹിതം നിജ ഭർത്താരം വിശ്വേശ്വരം. മനസ്സും ശരീരവും അതിലൂടെ സ്വഭവനങ്ങൾ പോലും രാമായണ പാരായണത്തിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്നു എന്നതാണ് വിശ്വാസം. ധർമ്മ സംരക്ഷണം എപ്രകാരമാകുന്നുവെന്ന മഹത് സന്ദേശമാണ് രാമായണം നൽകുന്നത്. രാമകഥയിലൂടെ ആ ധാർമ്മിക മൂല്യങ്ങളും അവബോധവും സമൂഹത്തിന് പകർന്നു നൽകുക എന്ന വലിയ സന്ദേശവും രാമായണ പാരായണം മുന്നോട്ട് വയ്ക്കുന്നു. അതിനാൽ രാമകഥ കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും ഒരുപോലെ പുണ്യമാണെന്നും വിശ്വസിച്ചു പോരുന്നു. കർക്കിടക മാസപ്പിറവിയിൽ തുടങ്ങുന്ന രാമായണ പാരായണം മാസാവസാനത്തോടെ പൂർത്തിയാക്കണം. ഇങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്ന മനസ്സുമായി
കള്ളക്കർക്കിടകം കഴിഞ്ഞെത്തുന്ന സമൃദ്ധിയുടെ ചിങ്ങമാസത്തെ വരവേൽക്കാനുള്ള മുന്നൊരുക്കം കൂടിയായി മാറുകയാണ് മലയാളികൾക്ക് രാമായണ പാരായണം. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. പീച്ചി ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് സമീപം കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. പീച്ചി തെക്കേക്കുളം സ്വദേശി അഖി മുകുന്ദനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. പച്ചക്കറിയുമായി വിലങ്ങന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയും പട്ടിക്കാട് ഭാഗത്തേക്ക് അമിത വേഗത്തിൽ വരികയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നാളെ പഴുവിലിൽ നടക്കും. മന്ത്രി ആർ ബിന്ദു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധികളുടെ കോൺക്ലേവ, ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കൽ, എക്സിബിഷൻ, കലാപരിപാടികൾ തുടങ്ങിയവ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ ട്രഷറർ PA അബ്ദുൾ അസീസ്, ശശി ആതിഥേയ, സതീശൻ വടശ്ശേരി, KS ഷെറിൻ തുടങ്ങിയവർ പങ്കെടുത്തു. തദ്ദേശ നിയമസഭാ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കമായി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് തൃശൂർ കോർപ്പറേഷൻ പുതൂർക്കര ഡിവിഷനിൽ സന്ദർശിച്ചു. യോഗത്തിൽ ഡിവിഷൻ പ്രസിഡന്റ് K രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി A പ്രസാദ്, DCC ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ്, മണ്ഡലം പ്രസിഡന്റ് K സുരേഷ്, ഡിവിഷൻ കൌൺസിലർ മേഫി ഡെൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി വെട്ടുകടവ് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് പൂർണ്ണമായും ഗതാഗതം നിരോധിച്ച് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ നടപടി നാട്ടുകാർ തടഞ്ഞു. ചാലക്കുടി മേലൂർ റോഡിലെ ഗതാഗതമാണ് ഉദ്യോഗസ്ഥർ തടഞ്ഞത്. ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ എറണാകുളം ഭാഗത്തേക്കുള്ള ബദൽ സംവിധാനമായി യാത്രക്കാർ ഉപയോഗിക്കുന്നത് വെട്ടുകടവ് റോഡാണ്. റോഡ് തടഞ്ഞതോടെ നിരവധി വാഹനയാത്രക്കാർ ദുരിതത്തിലായി. ഇതോടെ ചാലക്കുടി നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ രംഗത്തെത്തി. വിവരമറിഞ്ഞ് ചാലക്കുടി പോലീസും സ്ഥലത്തെത്തി. കരാറുകാരായി ചർച്ച നടത്തുകയും ഒറ്റവരി ഗതാഗതത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താമെന്ന ധാരണയിലെത്തി. കോൺക്രീറ്റ് ടൈൽസ് വിരിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PA പോളി, പരിസ്ഥിതി പ്രവർത്തകൻ JN ജോസഫ് എന്നിവരും പ്രതിഷേധ സംഘത്തിലുണ്ടായിരുന്നു. ഏക ആശ്രയമുള്ള റോഡാണ് ഈ വെട്ടട് പാലം വഴി മാർക്കറ്റ് വഴി വന്നു ചേരുന്നത്. മേലൂർക്കും അല്ലെങ്കിൽ എറണാകുളമൊക്കെ പോകുന്നത് ആൾക്കാർ ഇതിലാണ്. അത് പൂർണ്ണമായിട്ട് അടയ്ക്കാനുള്ള തീരുമാനമെടുത്തത് ഇപ്പോൾ എല്ലാവരും ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്ന് പോലീസും വന്നു, ചെയ്യാൻ പറ്റത്ത് ഇവിടെ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും വന്ന് സംസാരിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു സൈഡ് തുറന്നു കൊടുത്ത് പണി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പീരീഡ് തീർന്നതിന് ശേഷം അടുത്ത സ്ഥലത്ത് പണിയാനുള്ള തീരുമാനമായി. വളരെയധികം സന്തോഷം. കോൺഗ്രസ് തോളൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടക്കളത്തൂരിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടന്നു. KPCC വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് KS കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും വാർഡിലെ ആശാവർക്കർമാരെയും ചടങ്ങിൽ ആദരിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ്, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിപിൻ വടേരിയാറ്റിൽ, മണ്ഡലം പ്രസിഡന്റ് KG പോൾസൺ, VK രഘുനാഥൻ, സിജു മുളക്കൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. VS-ന് വിട നൽകാനൊരുങ്ങി ജന്മനാട്. സംസ്കാരം ഇന്ന് വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ വലിയ ചുടുകാട്ടിൽ. ഗുരുഭവനപുരി മാലിന്യപ്പുഴയായി മാറി. ഗുരുവായൂർ കിഴക്കേ നടയിൽ റോഡിലൂടെ ശുചിമുറി മാലിന്യം ഒഴുകുന്നു. ഭക്തരും പ്രദേശവാസികളും ദുരിതത്തിൽ. മനക്കൊടി ഇറിഗേഷൻ കനാലിലെ നീരൊഴുക്ക് വീണ്ടെടുക്കുന്ന പ്രവൃത്തികൾ മന്ദഗതിയിൽ. 1.5 കിലോമീറ്റർ ദൂരത്തുള്ള കരുവാലിയും കുളവാഴിയും ചണ്ടിയും നീക്കുന്ന പ്രവൃത്തികളാണ് ഇഴഞ്ഞു നീങ്ങുന്നത്.
കർക്കിടക മാവ് ബലി തർപ്പണം നാളെ. ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളും സ്നാനഘട്ടങ്ങളും ഒരുങ്ങി. സുരക്ഷയൊരുക്കി പോലീസ്. സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. പവന് 75,000 രൂപ കടന്നു. 3 ദിവസത്തിനിടെ പവന് വർദ്ധിച്ചത് 1680 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.